റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മിൽമ തെരഞ്ഞെടുപ്പിൽ യൂണിയൻ പിടിക്കാൻ UDF 3 തവണ ബോർഡ് അംഗങ്ങളായിരുന്നവരെ വീണ്ടും മത്സരിപ്പിക്കാനാണ് നീക്കം. അതിനായി നിയമ ഭേദഗതി കൊണ്ടുവന്നേക്കും. തിരുവനന്തപുരം മേഖലാ യൂണിയൻ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു. അതേസമയം മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്നത് ഗുരുതര ക്രമക്കേടാണ് എന്നാണ് റിപ്പോർട്ട്. ജീവനക്കാരുടെ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, പോസ്റ്റിംഗ് എന്നിവയിൽ ഭരണസമിതി നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയെന്നാണ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. ശബരിമല സന്നിധാനം സ്റ്റോറിലേക്ക് അയച്ച ഗുണമേന്മയുള്ള നെയ്യ് വഴിമധ്യേ മാറ്റി തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണമേന്മയില്ലാത്ത നെയ്യ് ടിന്നുകളിൽ നിറച്ചു. ഗുണമേന്മയുള്ള നെയ്യ് ലിറ്ററിന് 720 രൂപ നിരക്കിൽ മറിച്ചു വിറ്റ് നേടിയത് വൻ സാമ്പത്തിക ലാഭമെന്നും കണ്ടെത്തൽ. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, വലിയ ക്രമക്കേടുകളാണ് ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത്. ഈ വഴിമധ്യേ ഇത് മറിച്ചു വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. ക്രമക്കേടിലടക്കം വിപുലമായ അന്വേഷണം വേണ്ടതുണ്ട്. അതിനിടയിലാണ് യൂണിയൻ പിടിക്കാനുള്ള നീക്കവുമായി UDF രംഗത്ത് വരുന്നത്. മാധു, ഗുരുതരമായ ക്രമക്കേടും അഴിമതികളും കണ്ടെത്തിയതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടത്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയനിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ യൂണിയൻ പിടിക്കാനുള്ള ഒരു നീക്കം UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ നേരത്തെ LDFന്റെ ഭരണകാലത്ത് 3 വർഷം ബോർഡ് അംഗങ്ങളായിരുന്നവരെ വീണ്ടും മത്സരിപ്പിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. പക്ഷേ ഭേദഗതിയിലൂടെ ഈ വിലക്ക് മറികടക്കാനുള്ള നീക്കമാണ് പ്രധാനമായും UDF നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിക്കും ഒരുക്കം തുടങ്ങി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടനെ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തി തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിടിച്ചടക്കാനുള്ള സജീവമായ നീക്കം UDF നടത്തുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് അഴിമതിയും ക്രമക്കേടും വന്നതോടുകൂടി തന്നെ ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന ആവശ്യവും പ്രധാനമായും ഉയരുന്നുണ്ട്. ക്ഷീരവികസന ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതികളും നടന്നു എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ജീവനക്കാരുടെ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, പോസ്റ്റിംഗ് എന്നിവയിൽ ഭരണസമിതി നിയമവിരുദ്ധമായ ഇടപെടലുകൾ നടത്തി എന്നതാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഭരണകാലയളവിൽ ഉടനീളം അഴിമതിയും സ്വജനപക്ഷപാതവും നടന്നു. മാത്രമല്ല, ഈ ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുപോകാനുള്ള ഗുണമേന്മയുള്ള നെയ്യ് മറിച്ചു വിറ്റു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലുകളും ഈ റിപ്പോർട്ടിലുണ്ട്. ഈ കൊണ്ടുപോയ നെയ്യ് വഴിമധ്യേ തമിഴ്നാട്ടിലേക്ക് മറ്റുള്ളവർക്ക് മറിച്ചു വിൽക്കുകയും തമിഴ്നാട്ടിൽ നിന്ന് ഗുണമേന്മ കുറഞ്ഞ നെയ്യ് ശബരിമലയിൽ എത്തിക്കുകയും ചെയ്തു. ഇതുവഴി ലക്ഷങ്ങളുടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം പാൽ ക്ഷാമത്തിന്റെ പേരിൽ തമിഴ്നാട് നിന്ന് പാൽ എത്തിച്ചതിനും അനധികൃത ടെൻഡർ വാങ്ങിയെടുത്തു എന്നുള്ള കണ്ടെത്തലുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബന്ദിപ്പൂർ വനമേഖലയിലെ രാത്രിയാത്രാ നിരോധനത്തിന്റെ പേരിൽ ദൂരം പെരുപ്പിച്ച് കാണിച്ചും ഈ തട്ടിപ്പ് നടത്തി എന്നതാണ് ഈ കണ്ടെത്തലിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടി എടുക്കണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. ഇന്ന് വലിയ പ്രതിഷേധം ഈ യൂണിയൻ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് മിൽമ ആസ്ഥാനത്ത് നടന്നിരുന്നു. എന്തായാലും UDF ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഈ അഴിമതി ഭരണസമിതിയുടെ കാലത്ത് വലിയ ക്രമക്കേടുണ്ടായി. ശബരിമലയിലേക്കടക്കം നെയ്യ് കയറ്റി അയക്കുകയും പിന്നീട് അത് വഴിമാറ്റി വിൽപ്പന നടത്തി വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഉള്ള കണ്ടെത്തൽ. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.